നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിലിമിനറി എക്സാം സിലബസിലുള്ള ഗ്രഹങ്ങൾ എന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഓരോ ഗ്രഹങ്ങളെയും പറ്റിയും ഏറ്റവും പ്രധാനമായ പോയിന്റ്സ് മാത്രമാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് തന്നെയായിരിക്കും എക്സാമിനും ചോദിക്കാറ്. അപ്പോൾ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, പക്ഷേ അതിൽ സെലക്റ്റീവായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമുക്ക് പഠിക്കാം. ആദ്യത്തെ ഗ്രഹത്തിലേക്ക് പോകാം. ബുധൻ ഏതാ? മെർക്കുറി. അപ്പോൾ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. ഏറ്റവും വേഗതയുള്ള ഗ്രഹവും ബുധനാണ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹവും ബുധനാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ. ഭ്രമണപഥത്തിന് ഏറ്റവും വൃത്താകൃതി കുറഞ്ഞ ഗ്രഹവും ബുധനാണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ളതും ബുധനാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഫസ്റ്റ് പഠിക്കാനുള്ള എന്താ? ഏറ്റവും ചെറുത്, ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? മെർക്കുറി. ഏറ്റവും വേഗമുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ സൂര്യനെ ഭ്രമണം ചെയ്യുന്നത് ഏതാണ്? ബുധനാണ്. ഉപഗ്രഹങ്ങളില്ല. അപ്പോൾ ബുധൻ എന്തില്ല? ഉപഗ്രഹങ്ങൾ ഇല്ല. സൂര്യനോട് ഏറ്റവും അടുത്താണ് ബുധൻ സ്ഥിതി ചെയ്യുന്നത്. ഭ്രമണപഥത്തിന് ഏറ്റവും വൃത്താകൃതി കുറഞ്ഞത്, അതായത് സർക്കുലാർ ഷേപ്പ് കുറഞ്ഞ, അതായത് സൂര്യന്റെ അടുത്താവുമ്പോഴത്തേക്കും അത്രയും കുറഞ്ഞ ഭ്രമണപഥം മതി. ആ സർക്കുലാർ ഷേപ്പ് ഏറ്റവും കുറവ് ഏതിനായിരിക്കും? ബുധനായിരിക്കും. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ളത്, അപ്പം വർഷത്തിന്റെ ദൈർഘ്യം എന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും ബുധന്. അപ്പൊ ഇത്രയും പോയിന്റ്സ് പഠിച്ചല്ലോ. അടുത്ത ഗ്രഹത്തിലേക്ക് പോകാം. ശുക്രൻ, വീനസ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ശുക്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത്, അതായത് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം, നമ്മൾ വിചാരിക്കും സൂര്യന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബുധനാണല്ലോ, അപ്പോൾ ബുധനായിരിക്കും ഏറ്റവും ചൂട് കൂടുതലെന്ന്. പക്ഷെ അല്ല, ശുക്രനാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. ഏറ്റവും തിളക്കമുള്ള ഗ്രഹവും ഏത് തന്നെയാണ്? ശുക്രൻ തന്നെയാണ്. ഉപഗ്രഹങ്ങളില്ല. അപ്പോൾ ഉപഗ്രഹങ്ങളില്ലാത്ത രണ്ട് ഗ്രഹങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാണ്? ബുധനും ശുക്രനും. അപ്പം ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു ശുക്രൻ. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം, ഇതെല്ലാം എന്താണ്? ശുക്രനാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്നത്, അപ്പൊ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്നത് ശുക്രനാണ്. ഈസ്റ്റ് ടു വെസ്റ്റ്. സ്വയം ഭ്രമണകാലം ഏറ്റവും കൂടുതലുള്ളത്, അതായത് സ്വയം റൊട്ടേറ്റ് ചെയ്യാനുള്ള കാലം ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ശുക്രനാണ്. പയ്യെ സ്വയമേ കറങ്ങി വരത്തുള്ളൂ. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത്, കാരണം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശുക്രനിൽ സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നത്. ഏറ്റവും ദൈർഘ്യം കൂടിയ ദിനരാത്രങ്ങൾ, ഡേ ആൻഡ് നൈറ്റ്സിന് ദൈർഘ്യം കൂടുതലുള്ളത് ശുക്രനിലാണ്. ഇനി ഇതിൻ്റെ പേരുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഭൂമിയുടെ ഇരട്ട, പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം അഥവാ പ്രദോഷ നക്ഷത്രം. അപ്പം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു, പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നു, സായാഹ്ന നക്ഷത്രം എന്നറിയപ്പെടുന്നു ശുക്രൻ. അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് പഠിക്കണം? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു, ഭൂമിയുടെ ഇരട്ട, പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം എന്നീ വിശേഷണങ്ങൾ ഉള്ള ഗ്രഹം. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. ചൂട് കൂടുമ്പോൾ നല്ല തിളക്കത്തിലായിരിക്കും ജ്വലിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം. രണ്ട് ഗ്രഹങ്ങൾക്കാണ് ഉപഗ്രഹങ്ങളില്ലാത്തത്, ബുധനും ശുക്രനും. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നു. സ്വയം ഭ്രമണകാലം ഏറ്റവും കൂടുതലുള്ളത് ശുക്രനാണ്. ഏറ്റവും ദൈർഘ്യം കൂടിയ ദിനരാത്രങ്ങൾ ഉള്ളത് ശുക്രനാണ്. പിന്നെ വിശേഷണങ്ങളും കൂടെ പഠിക്കാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഗ്രഹം ചൊവ്വ. ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചൊവ്വയാണ്. അപ്പോൾ എപ്പോഴും ചോദിക്കാനുള്ള ചോദ്യമാണ് ചുവന്ന ഗ്രഹം,
തുരുമ്പിച്ച ഗ്രഹം എന്നിങ്ങനെ വിശേഷണങ്ങളുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് പറയണം? ചൊവ്വ. ഏറ്റവും ആഴമേറിയ താഴ്വരയുള്ളത് ചൊവ്വയിലാണ്. ഏറ്റവും ആഴമേറിയ താഴ്വരയുള്ളത് എവിടെയാണ്? ചൊവ്വയിലാണ്. ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്, ഫോബോസും ഡീമോസും. ഓക്കെ, ഫോബോസും ഡീമോസും ആണ് ചൊവ്വയുടെ 2 ഉപഗ്രഹങ്ങൾ. ഭൂമിയുടേത് പോലുള്ള ദിനരാത്രങ്ങളും ഋതുക്കളും ഉള്ളത് ചൊവ്വയിലാണ്. ഭൂമിയിലേത് പോലെ ദിനരാത്രങ്ങൾ, അതുപോലെ സീസൺ, ഋതുക്കളും എവിടെയാണുള്ളത്? ചൊവ്വയിലാണ് ഉള്ളത്. ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ്. അപ്പൊ ചൊവ്വയിലാണ് ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹമാണ് ഫോബോസ്. ഓക്കെ, ആ പോയിന്റ് കൂടെ ഓർത്തു വെക്കാം. അപ്പൊ ചൊവ്വയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം, പിന്നെ ഏറ്റവും ആഴമേറിയ താഴ്വരയുള്ള ഗ്രഹം, 2 ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം, ഭൂമിയുടേത് പോലുള്ള ദിനരാത്രങ്ങളും ഋതുക്കളുമുള്ള ഗ്രഹം, ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ഗ്രഹം ഭൂമി. ഭൂമിയെ പറ്റി എന്തൊക്കെ പോയിന്റ്സാ പഠിക്കാനുള്ളത്? സാന്ദ്രത ഏറ്റവും കൂടിയത്, ഡെൻസസ്റ്റ് പ്ലാനറ്റ് ആണ് ഭൂമി. അന്തർഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലുത്, അതായത് ഇന്നർ പ്ലാനറ്റ്സിൽ വെച്ച് ഏറ്റവും വലുത് ഏതാണ്? ഭൂമിയാണ്. അപ്പം അന്തർഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ബുധൻ, ശുക്രൻ, ചൊവ്വ, ഭൂമി. ഓക്കെ, ഇത്രയാണ് അന്തർഗ്രഹങ്ങൾ. അതിലെ ഏറ്റവും വലുത് ഭൂമിയാണ്. 1 ഉപഗ്രഹം മാത്രമേ ഉള്ളൂ, ചന്ദ്രൻ. നീലഗ്രഹം, ടെറ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഭൂമിയാണ്. നീലഗ്രഹമെന്നും ടെറ എന്നും അറിയപ്പെടുന്നത് ഭൂമിയാണ്. പേരിന് റോമൻ അല്ലെങ്കിൽ ഗ്രീക്ക് പുരാണങ്ങളുമായി ബന്ധം ഇല്ലാത്തത് ഭൂമിയുടെ പേരിനാണ്. അപ്പോൾ സാന്ദ്രത ഏറ്റവും കൂടിയത് ചോദിക്കാറുണ്ട്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ചോദിക്കാറുണ്ട്. 1 ഉപഗ്രഹം മാത്രമുള്ളത് ഭൂമി. അന്തർഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് ഭൂമി. നീലഗ്രഹം, ടെറ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്, കൂടാതെ പേരിന് റോമൻ അല്ലെങ്കിൽ ഗ്രീക്ക് പുരാണങ്ങളുമായി ബന്ധമില്ലാത്തത് ഭൂമിക്കാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണമുള്ളത് വ്യാഴത്തിനാണ്. ഏറ്റവും വേഗത്തിൽ സ്വയം ഭ്രമണം ചെയ്യുന്നത് വ്യാഴമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു ഏറ്റവും പതിയെ സ്വയം ഭ്രമണം ചെയ്യുന്നത് ശുക്രനാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഏറ്റവും വേഗത്തിൽ സ്വയം ഭ്രമണം ചെയ്യുന്നത് ഏതാണ്? വ്യാഴമാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് വ്യാഴത്തിന് ആണ്. പക്ഷെ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ശനിക്കാണ്. ഔദ്യോഗികമായി റാങ്ക് ഫയലിലൊന്നും വന്നിട്ടില്ല, എന്നിരുന്നാലും കറണ്ട് അഫെയർ ആയിട്ട് ശനി എന്നാണ് ഉത്തരം. ഓക്കെ, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാപകലുകൾ ഉള്ളത്. അപ്പൊ രാപകലുകൾക്ക് ഏറ്റവും ദൈർഘ്യം കുറവ് എവിടെയാണ്? വ്യാഴത്തിലാണ്. വലിയ ചുവന്ന പൊട്ട്, ഓക്കെ, ജൈന്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത് വ്യാഴത്തിനാണ്. അപ്പം വ്യാഴാഴ്ച, നമ്മൾ പെസഹ വ്യാഴാഴ്ചയൊക്കെ അവധിയായിരിക്കുമല്ലോ. അപ്പോൾ വലിയ ചുവന്ന പൊട്ട്, ആ റെഡ് മാർക്ക് ഒന്ന് ആലോചിച്ചാൽ മതി. എവിടെയാണ്? വ്യാഴത്തിനാണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെ പോയിന്റ്സാണ് പഠിക്കാനുള്ളത്? ഏറ്റവും വലിയ ഗ്രഹം, ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണം അതായത് ഇങ്ങോട്ട് പിടിക്കാനുള്ള കഴിവ്, കൂടാതെ എസ്കേപ്പ് വെലോസിറ്റിയും ഏറ്റവും കൂടുതലുള്ളത്. പാലായന പ്രവേഗം ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതലുള്ളതും വ്യാഴത്തിനാണ്. ഏറ്റവും വേഗത്തിൽ സ്വയം ഭ്രമണം ചെയ്യുന്നതും വ്യാഴമാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് വ്യാഴത്തിനാണ്. പക്ഷെ കറണ്ട് അഫെയർ അനുസരിച്ച് ശനിക്കാണ്. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാപകലുകൾ ഉള്ളത് വ്യാഴത്തിലാണ്. വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്നതും വ്യാഴത്തിലാണ്. ഓക്കെ ആണല്ലോ? അടുത്ത പ്ലാനറ്റ് ആണ് ശനി. സാന്ദ്രത ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ നമ്മൾ ഭൂമിയുടെ കേസ് പറഞ്ഞപ്പോൾ സാന്ദ്രത ഏറ്റവും കൂടിയത് ഭൂമിക്കാണെന്ന് പറഞ്ഞു. സാന്ദ്രത ഏറ്റവും കുറവ് എവിടെയാണ്? ശനിയിലാണ്, സാറ്റേണിലാണ്. ആകർഷകമായ വലയങ്ങൾ ഉള്ളത് ശനിയിലാണ്. വലിപ്പത്തിൽ സൗരയൂഥത്തിൽ 2ാം സ്ഥാനം ശനിക്കാണ്. 1ാം സ്ഥാനം വ്യാഴം, 2ാം സ്ഥാനം ശനി. വലിപ്പത്തിൽ സൗരയൂഥത്തിൽ 2ാം സ്ഥാനം ആർക്കാണ്? ശനിക്കാണ്.
ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്നത് ശനിയാണ്. കരിമഴ പെയ്യുന്ന ഗ്രഹം ശനി. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ ആണ് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ടൈറ്റൻ ആണ്. അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് പഠിക്കാനുണ്ട്? സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശനി. ആകർഷകമായ വലയങ്ങൾ ഉള്ളത് ശനിക്കാണ്. വലുപ്പത്തിൽ സൗരയൂഥത്തിൽ 2-ാം സ്ഥാനം. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്നു. കരിമഴ പെയ്യുന്ന ഗ്രഹം ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ ആണ് ഭൂമിയുടെ അപരൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ഗ്രഹമാണ് യുറാനസ്. ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ളത് യുറാനസിനാണ്. ധ്രുവപ്രദേശങ്ങൾ സൂര്യന് അഭിമുഖമായിട്ടുള്ളതും യുറാനസിലാണ്. ഉരുളുന്ന അഥവാ കിടക്കുന്ന ഗ്രഹം, ഇതാണ് ചോദിക്കുന്ന ചോദ്യം. ഉരുളുന്ന ഗ്രഹം അഥവാ കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. ആകാശദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. ഹരിത നീല വർണ്ണത്തിൽ കാണപ്പെടുന്നു, അതായത് ഗ്രീൻ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. ഹരിത നീല വർണ്ണത്തിൽ കാണപ്പെടുന്നതും യുറാനസ് ആണ്. കൂടാതെ ഗ്രീൻ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നതും ഏത് ഗ്രഹമാണ്? യുറാനസ് ആണ്. അപ്പൊ ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ളത്, ധ്രുവപ്രദേശങ്ങൾ സൂര്യന് അഭിമുഖമായിട്ടുള്ളത്, ഉരുളുന്ന ഗ്രഹം അഥവാ കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്, ആകാശദേവന്റെ പേരിൽ അറിയപ്പെടുന്നത്, ഹരിത നീല വർണ്ണത്തിൽ കാണപ്പെടുന്നത്, അതുപോലെ ഗ്രീൻ പ്ലാനറ്റ് എന്നും അറിയപ്പെടുന്നത്. മീഥേന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ഗ്രീൻ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത്. എല്ലാം ഏതാണ്? യുറാനസ് ആണ്. ഓക്കെ. അടുത്ത ഗ്രഹം, ലാസ്റ്റ് ഗ്രഹം നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്നത്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്നത് നെപ്റ്റ്യൂണിലാണ്. പരിക്രമണ വേഗം ഏറ്റവും കുറഞ്ഞത്, അതായത് സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ ആയതുകൊണ്ട് തന്നെ പരിക്രമണ വേഗം ഏറ്റവും കുറവ് നെപ്റ്റ്യൂണിനാണ്. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ളത്, അപ്പം പരിക്രമണ വേഗം കുറവായതുകൊണ്ട് തന്നെ ദൈർഘ്യമേറിയ വർഷമുള്ളതും നെപ്റ്റ്യൂണിനാണ്. വലിയ കറുത്ത പൊട്ട്, നേരത്തെ വലിയ ചുവന്ന പൊട്ട് എവിടെയായിരുന്നു? പെസഹ വ്യാഴാഴ്ച, റെഡ് കളർ, ഏതാ? വ്യാഴം. വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂണിലാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളുള്ള വലയങ്ങളുള്ളത് നെപ്റ്റ്യൂണിലാണ്. അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് പഠിക്കണം? സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ഏത്? നെപ്റ്റ്യൂൺ. ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്നത് നെപ്റ്റ്യൂണിലാണ്. പരിക്രമണ വേഗം ഏറ്റവും കുറഞ്ഞത്, ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ളത്, ഏറ്റവും വലിയ അല്ലെങ്കിൽ വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂണിലാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളുള്ള വലയങ്ങൾ കാണപ്പെടുന്നതും നെപ്റ്റ്യൂണിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഗ്രഹങ്ങളെ പറ്റിയുള്ള ഈ സെഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്